അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കോവിഡ്-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. കോവിഡ്-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ പഞ്ചാബാണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. തെറ്റാണ് അല്ലേ? എറിത്രോസൈറ്റ്സ് എന്നല്ല അറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ്. ശരിയാണല്ലേ? അതുപോലെ തന്നെ രക്തകോശങ്ങൾ പ്രധാനമായും 3 തരം ഉണ്ടെന്നുള്ളത് ശരിയാണ്. രക്തം കട്ടപിണയ്ക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ദെൻ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യശ്പാൽ ശർമ്മ ആരാണ്? ഓപ്ഷൻ എ ക്രിക്കറ്റുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മണിപ്പൂരാണ് കേട്ടോ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22 ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. അടുത്ത ക്വസ്റ്റ്യൻ, 2022 കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. KV റാബിയയാണ് ഉത്തരം. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് KV റാബിയ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി പട്ടം താണുപിള്ള. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. 8, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. പോയിന്റ് ഓർത്തിരുന്നോണം കേട്ടോ. അടുത്തത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമാണ് ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 നോർത്തും അതുപോലെ തന്നെ 37 ഡിഗ്രി 6 നോർത്ത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഓപ്ഷൻ ഡി ദ്രാസ് ആണ് ഉത്തരം കേട്ടോ. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ദ്രാസ്. അടുത്തത്, ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമിയാണ് ഓപ്ഷൻ സി ലഡാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. ഓപ്ഷൻ സി നേപ്പാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത NW1 ബന്ധിപ്പിക്കുന്നത് അത് ഓപ്ഷൻ ബി അലഹാബാദ് ഹാൽഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കർണാടകയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ലിഗ്നൈറ്റ് ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി ഏതാണ്? അത് ലിഗ്നൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഓപ്ഷൻ ഡി ചാറിയ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഓപ്ഷൻ സി ദിഗ്ബോയി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയി. അടുത്ത ക്വസ്റ്റ്യൻ, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ ടു മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായവയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കേ, ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണല്ലേ. അടുത്തത്, റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. തെറ്റാണ് അല്ലേ. അടുത്തത്, ന്യായവാദാർഹമായത്. ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശരിയാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ശരിയാണ്. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും തുല്യമായ വേതനം എന്നത് മൗലിക കടമകളിൽ പെടുന്നതല്ല. അടുത്തത്, അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അതും നമ്മുടെ മൗലിക കടമകളിൽ പെടുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്ത ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം. തെറ്റാണ്. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റാണ്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീതം നിർവഹിക്കുന്നത്. ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തത്. 76 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. തെറ്റാണ്. 76 അല്ല, 81. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. ശരിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം. ശരിയാണ്. അപ്പോൾ നമ്മളോട് ശരിയല്ലാത്തത് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 3ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 × 2400 ആണ്. തെറ്റാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യനാമം. തെറ്റ്. ആദ്യമായി ആലപിച്ചത് സർലാദേവി ചൗധറാണിയാണ്. ശരിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. തെറ്റാണ്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലെ INC സമ്മേളനത്തിനാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ശരിയല്ലാത്ത പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ എ സുഷമ സിംഗ്, ദീപക് സന്ധു ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം
വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അത് എന്താണ്? ശരിയാണ് അല്ലേ? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ശരിയാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലികാവകാശം. ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. അടുത്തത്, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛ രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. തെറ്റാണല്ലേ അത്? ഗാന്ധിജി ആകെ ഒരേ ഒരു തവണ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഇനി അടുത്തത്, കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ശരിയാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. അടുത്ത ക്വസ്റ്റ്യൻ, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ഉപേക്ഷിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1928 സർദാർ വല്ലഭായി പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. 1928 സർദാർ വല്ലഭായി പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം. ഇതേ തുടർന്ന് അദ്ദേഹം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അത് സർദാർ വല്ലഭായി പട്ടേലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ ഇല്ല. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ഓപ്ഷൻ എ മിൻഡോ മോർലി പരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ. 39 ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. എന്ന 1948 ജനുവരി 30. അടുത്ത ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി. ചെമ്പഴന്തിയിൽ ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത് ശരിയായ ജോഡി. കണ്ടോ ട്രിക്ക് അവരുടെ. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. തെറ്റാണ് അല്ലേ? വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. തെറ്റാണ്. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, സീദ് കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. അപ്പം ഇത് രണ്ടും 4 മലബാർ കലാപവുമായി ബന്ധമുള്ളതാണ് അല്ലേ? അപ്പോൾ ബന്ധമില്ലാത്ത ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കല്ലുമാല സമരം ഓപ്ഷൻ എ അയ്യങ്കാളി. 46 സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കല്ലുമാല സമരവും സവർണ ജാഥയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ശരിയായ കാലഗണന ക്രമത്തിൽ ഇതിനെ ഓർഡറിലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാരണം വൈക്കം സത്യാഗ്രഹം ഒന്നാമത്, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം പാലിയം സത്യാഗ്രഹം. ഓക്കെ. അടുത്തത്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ ഡി പുന്നമട കായൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ എ ശാസ്താംകോട്ട. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? കബനി, പാമ്പാർ, ഭവാനി. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? പാമ്പാർ, ഭവാനി നദി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1861 മാർച്ച് 12 ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ എ പേരമ്പാടി ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? തിരുനാവായ. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓപ്ഷൻ സി ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. യവനപ്രിയ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യമാണ് ഓപ്ഷൻ ബി കുരുമുളക്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. പൂർണ്ണമായിട്ടും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, പി ആർ ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരുന്നു? പി ആർ ശ്രീജേഷ്. ഓപ്ഷൻ ഡി ഹോക്കി. അടുത്തത്, വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണമാണ് ഓപ്ഷൻ സി 24. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ഓപ്ഷൻ എ റെനെ ലെനക്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആശ്വാസകിരണമാണ്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആശ്വാസകിരൺ. അടുത്തത്, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി സ്കർവി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി കോളറ. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ഏതാണ്? ഓപ്ഷൻ എ നൈട്രജൻ. ബാക്കിയെല്ലാം ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? അത് വെണ്ടയാണ്. ഓപ്ഷൻ സി വെണ്ട. കിരൺ, അർക്ക, സൽകീർത്തി. ഓപ്ഷൻ സി വെണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? പരിസ്ഥിതി പ്രശ്നങ്ങളെ
സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ ബി അനിൽ അഗർവാളാണ്. 70 സൈലൻറ്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. സൈലൻറ്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ്? ബോക്സൈറ്റ് ആണ് ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത്, ബാക്കിയെല്ലാം ഇരുമ്പിൻ്റെ ധാതുക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ബിറ്റിയോണൽ ആൻറ്റിസെപ്റ്റിക് ആണ്. ശരിയായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബിറ്റിയോണൽ ആൻറ്റിസെപ്റ്റിക് ആണ്. സെക്വനാൽ ആൻറ്റിസെപ്റ്റിക് ആണ്, അല്ല. ഫിനാലാൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്, അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 2n². അടുത്തത് 74. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. മോഡേൺ മോസ്ലി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആധുനിക ആവർത്തിക പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫാണ്, അത് തെറ്റാണ്. അടുത്തത്, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു, ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു, അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയുടെ തുക അത് -3 കേട്ടോ ഉത്തരം. അടുത്തത്, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ സി സൂര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് വികിരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ദോലന ചലനം അല്ലാത്തത്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനവും ഊഞ്ഞാലിൻ്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൻ്റെ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം, ഇവയെല്ലാം ദോലനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന് എന്താണ്? ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഗ്ലാസ് ഷീറ്റ്, കോൺവെക്സ്, കോൺകേവ്. കോൺവെക്സ് ലെൻസ്, ഗ്ലാസ് ഷീറ്റ്, കോൺകേവ്. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഗ്ലാസ് ഷീറ്റ്. അപ്പോൾ ഇതിൽ ശരി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഫസ്റ്റ് എന്താണ്? ഗ്ലാസ് ഷീറ്റ്, ദെൻ കോൺവെക്സ് ലെൻസ്, ദെൻ കോൺകേവ് ലെൻസ്. ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഗുണം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പല മേഖലകളിൽ നിന്നും വരുന്നു. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ചാനലിൽ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2-3 ക്ലാസ്സുകൾ. അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.